മോട്ടോർ വൈൻഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വൈൻഡിങ്ങിന് ശേഷം വരുന്ന ലീഡുകൾ ഈ മോട്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ ആദ്യം റണ്ണിങ് കോയിലാണ്, പുറമേ വരുന്നത് റണ്ണിങ് കോയിലാണ്. റണ്ണിങ് കോയിലിൽ എങ്ങനെയാണ് കണക്ഷൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. റണ്ണിങ് കോയിലിന് ഒരു സ്റ്റാർട്ട് എൻഡും ഒരു ഫിനിഷ് എൻഡും ഉണ്ട്. ഈ സ്റ്റാർട്ട് എൻഡുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫിനിഷ് എൻഡുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെയാണെങ്കിലാണ് നമുക്കൊരു സൈഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് അടുത്ത സൈഡിലെത്തി കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സപ്ലൈ പോകത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഏതെങ്കിലും ഓപ്പോസൈഡ് ഒന്നെങ്കിൽ സ്റ്റാർട്ട് എൻഡ് പിടിക്കുക അല്ലെങ്കിൽ ഫിനിഷ് എൻഡ് പിടിച്ച് ജോയിൻ്റ് ചെയ്യുക. ഫിനിഷ് എൻഡ് പിടിക്കണമെങ്കിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലും ഫിനിഷിങ് എൻഡ് തന്നെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കി വരുന്ന 2 ലീഡുകൾ പുറത്തേക്ക് ഇടണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിനും 2 ജോയിൻ്റ് ചെയ്തു, റണ്ണിങ്ങിന് 2 ജോയിൻ്റ് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിന് 2 കണക്ഷൻ പുറത്തേക്കും വരും, റണ്ണിങ്ങിന് 2 ലീഡ് പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഇന്നർ കണക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിനിഷിങ് എൻഡാണ് ഇപ്പോൾ ഞാൻ പിടിച്ചേക്കുന്നത്, ഈ കയ്യിൽ വെച്ചേക്കണേ. ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന കോയിലിൻ്റെയും ഫിനിഷിങ് ലീഡ് നമ്മൾ ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വെറുതെ നമ്മൾ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് 2 ലീഡുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് ഈ 2 ലീഡുകളാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. സ്റ്റാർട്ടിങ്ങിനും അതുപോലെ തന്നെ 2 ലീഡുകൾ ഇപ്പം കണ്ട ഫിനിഷിങ് ലീഡ് തന്നെ ജോയിൻ്റ് ചെയ്തിട്ട് ബാക്കി കോയിലിൻ്റെ സ്റ്റാർട്ടിങ് ലീഡ് 2 പുറത്തേക്ക്. അപ്പോൾ ടോട്ടൽ 4 വയറാണ് പുറത്തേക്ക് വരുള്ളൂ. ഇപ്പം നിലവിൽ നമുക്ക് 8 വയർ ഓൾറെഡി വൈൻഡിങ്ങിൻ്റെ ഔട്ടറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് ടെമ്പററി ആയിട്ടും ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് സ്റ്റാർട്ടിങ്ങിന് 2 ലീഡ് കിട്ടി, റണ്ണിങ്ങിന് 2 ലീഡ് കിട്ടി. അങ്ങനെ 4 ലീഡ് പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് പുറമെയാണ് കപ്പാസിറ്ററിലേക്ക്. അപ്പോൾ ഈ വൈൻഡിങ് വയർ ഓൾറെഡി ഇനാമൽഡ് കോട്ടിങ് ആയിരിക്കും. അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇനാമൽ കത്രികയോ അല്ലെങ്കിൽ ബ്ലേഡിനോ ഉപയോഗിച്ച് നമ്മളത് ചിരണ്ടി കളയണം. എന്നിട്ട് വേണം നമുക്കതിനെ പരസ്പരം സോൾഡർ ചെയ്ത് ജോയിൻ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് നിറത്തിലുള്ളത് അതിൻ്റെ സ്ലീവാണ്, സ്ലീവ് വയർ എന്ന് പറയും. അത് ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഇൻസുലേഷൻ ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളതിനെ ഇതുപോലെ ജസ്റ്റ് 2 എൻഡുകളും നമ്മൾ പരസ്പരം പിരിച്ചിട്ട് അവസാനം നമ്മളതിനെ സോൾഡർ ചെയ്തിട്ട് അവരുടെ സ്ലീവ് ഇട്ടിട്ട് നമ്മളത് ഒതുക്കി കെട്ടി വയ്ക്കുകയാണ് ചെയ്യണേ. ഇപ്പോൾ റണ്ണിങ് ലീഡിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻസുലേഷൻ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ലീഡിനും നമ്മളതുപോലെ തന്നെ ചെയ്യണം. ചെയ്തതിന് ശേഷം 4 ലീഡ് നമുക്ക് മൊത്തത്തിൽ പുറത്തേക്ക് വരും. ഇതാണൊരു ബേസിക്കലി ഒരു സിംഗിൾ ഫേസ് മോട്ടറിൽ 2 പോൾ മോട്ടറിൽ നമുക്ക് വരുന്ന ഇന്നർ കണക്ഷൻ. ഇതിപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്റ്റാർട്ട് ചെയ്ത് മോട്ടോർ റിവൈൻഡിങ്ങിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ തൊട്ട് ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വൈൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചും സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് റീവൈൻഡ് ചെയ്യുന്ന 2-3 വീഡിയോകളും ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് നമുക്ക് മിസ്സായിപ്പോയി. അത് നമുക്ക് റെഡിയാക്കാൻ കുഴപ്പമില്ല. ഇപ്പം ഈ 4 ലീഡ് പുറത്തേക്ക് വന്ന ഈ 4 ലീഡിനെ നമ്മൾ ഒരു വയറിട്ടിട്ട് പുറത്തേക്ക് ഇടണം. ഈ കോപ്പർ വയർ തന്നെ പുറത്തേക്കിട്ട് ജോയിൻ്റ് ചെയ്യുമ്പോൾ പിന്നൊക്കെ പിടിച്ച് ജോയിൻ്റ് ഷോർട്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു വയറിങ്ങിനൊക്കെ ഉപയോഗിക്കണ സ്ലീവ്, മറ്റേ പ്ലാസ്റ്റിക് സ്ലീവ് വയർ പുറത്തേക്ക് ഇട്ട് കോഡ് 2 കളർ ഇടുക. സ്റ്റാർട്ടിങ്ങിന് ഒരു പ്രത്യേക ഒരു കളർ ഇടുക, റണ്ണിങ്ങിന് ഒരു കളർ ഇടുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പെട്ടെന്ന് പറ്റും. ഇപ്പോൾ റണ്ണിങ്ങിന് നമ്മൾ ഇട്ടേക്കുന്ന റെഡ് കളറാണ്.
റണ്ണിങ്ങിൻ്റെ 2 ലീഡ് നമ്മൾ റെഡ് വയറാണ് കൊടുത്തേക്കുന്നത്. റെഡ് വയറിൽ ഇൻസുലേഷൻ കളഞ്ഞ കോപ്പർ വയർ ചുറ്റിയിട്ട് അത് നമ്മൾ അവസാനം സോൾഡർ ചെയ്ത് സ്ലീവ് ഇടണം. സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ഒരു കളർ കോഡ് പോലെ ബ്ലൂ കളർ ഇടണം. ബ്ലൂ കളറാണ് നമ്മൾ ചെയ്യണത്. ബ്ലൂ കളർ ഇട്ടിട്ട് ആ 4 ലീഡും മൊത്തത്തിൽ പുറത്തേക്ക് ഇടണം. ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും നമ്മൾ വയറിട്ട് പുറത്തേക്ക് ലീഡ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ കോപ്പറിൻ്റെ നമ്മൾ ഇൻസുലേഷൻ കളഞ്ഞ പോർഷൻ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആക്കണം. ബെൻഡായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ആ ബെൻഡായിട്ട് തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ സ്ലീവ് കയറ്റാനുള്ള കുറച്ച് പാടായിരിക്കും. എന്നിട്ട് ഈ വരുന്ന ഇപ്പോൾ ഈ ഇൻസുലേഷൻ കളഞ്ഞ പോർഷനെ നമ്മൾ സോൾഡർ ചെയ്യണം. അല്ലെങ്കിൽ സോൾഡർ ചെയ്യാതെ ചില ഒരു യൂസ് ചെയ്യുന്ന ഇങ്ങനെ കെട്ടി പുറത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം അത് ക്ലാവൊക്കെ പിടിക്കാനുള്ള സാധ്യത, ആ പോർഷനിലിരുന്ന് സ്പാർക്ക് അടിച്ച് വൈൻഡിങ് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ട് ആ പോർഷനിൽ സ്ലീവ് ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കെട്ടി പുറത്തേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്. സോൾഡർ ചെയ്യുന്ന ഏകദേശം തീരാറായി. നമ്മൾ ഈ വീഡിയോ വൈൻഡ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ അടുത്ത വീഡിയോ മുതൽ ബേസിക്കായിട്ട് ഒരു റീവൈൻഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ അത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ നമ്മൾ മോട്ടറുകളെ പരിചയപ്പെട്ട് ഓരോ മോട്ടറുകൾക്കും ഉണ്ടാകുന്ന കംപ്ലയിൻറ്റ്, ലാസ്റ്റാണ് ഒരു മോട്ടറിൻ്റെ റീവൈൻഡിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകൾ നമ്മൾ മനസ്സിലാക്കി അത് സോൾവ് ചെയ്തതിന് ശേഷം അവസാനമാണ് ഒരു മോട്ടർ കംപ്ലയിൻ്റായി ഇൻസുലേഷൻ ഡാമേജ് ആയാലും റീവൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, എങ്ങനെ ചെയ്യേണ്ട ഓരോ മോട്ടറുകളെയും പരിചയപ്പെടുത്തി നമുക്കത് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു. നമ്മൾ സ്ലീവ് ഇട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലീഡ് മോട്ടറിനകത്തൊരു ചെറിയ ഹോളുണ്ട്, വയർ വരാനുള്ള ചെറിയൊരു ഹോളുണ്ട്. ആ ഹോളിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശരിക്കും പഠിക്കാം. അതങ്ങനെ പഠിച്ചു വന്ന് കുറേ ഇതായി കഴിയുമ്പോഴാണ് നമ്മൾ റീവൈൻഡിങ് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഒറ്റയടിക്ക് ഈ റീവൈൻഡിങ്ങിനെ കുറിച്ച് വീഡിയോ ഇട്ടാൽ പെട്ടെന്ന് മനസ്സിലാവാനുള്ള അറിയാവുന്ന ആളുകൾക്ക് കുഴപ്പമില്ല. ഇതെന്നാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പുതിയതായിട്ട് രംഗത്തേക്ക് വരുന്ന ആളുകൾക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബേസായിട്ട് ഉള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് പഠിക്കാം. ഇതിപ്പോൾ വൈൻഡിങ് നമ്മളിങ്ങനെ കെട്ടി ഒതുക്കി കോറൊക്കെ കൊള്ളാത്ത രീതിയിൽ നല്ല റെഡിയാക്കി 4 ലീഡ് പുറത്തേക്ക് ഇട്ടു.
ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടി ഒതുക്കി എല്ലാം റെഡിയാക്കിയിരിക്കുന്ന ഈ വൈൻഡിങ്ങിനെ നമുക്ക് വാർണിഷ് ഒഴിച്ചിട്ട് ഒഴിക്കണം. വാർണിഷ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർണിഷ് ഈ വൈൻഡിങ്ങിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇൻസുലേഷൻ, ഒരു സെപ്പറേറ്റ് ഇൻസുലേഷൻ പോലെയാണ് അത് ഫോം ചെയ്യുന്നത്. ലാസ്റ്റ് ഉണങ്ങി കഴിയുമ്പോൾ വാർണിഷ് ഇങ്ങനെ ഒഴിച്ച് വൈൻഡിങ്, ഇത് മോട്ടർ ഓൾറെഡി റണ്ണാകുന്ന സമയത്ത് തന്നെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കോയിലിനൊരു മാഗ്നറ്റിക് ആവുന്നതുകൊണ്ട് വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ കൂടി മോട്ടറിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സുഹൃത്തിനോട് വാർണിഷ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. വാർണിഷ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2-3 മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് അതിന് മുകളിലേക്ക് മാത്രം മതി. പിന്നെ അത് ഡ്രൈ ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ഒരു 10 മണിക്കൂറൊക്കെ ഇരുന്ന് നമ്മൾ ഒരു ദിവസം ഫുള്ള് വെച്ചിട്ട് ഡ്രൈ ആക്കാറുണ്ട്. എന്നാലും കുറച്ചും കൂടെ ലൈഫ് കിട്ടും. ചിലവർ ഹീറ്റ് ചെയ്യാറുണ്ട്. ഹീറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി കിട്ടും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു കുറച്ച് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കാറ്റ് പിടിച്ച് ഓട്ടോമാറ്റിക് ഉണങ്ങിക്കോളും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിക്കും പഠിക്കാം. കുറച്ച് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, കുറേ നല്ല മെസ്സേജുകൾ കിട്ടിയായിരുന്നു. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം 2 സൈഡിൽ നമ്മൾ വാർണിഷ് ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങാൻ വയ്ക്കാം. പിന്നെ ബാക്കിയുള്ള വീഡിയോകൾ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്യാം.